കുളിച്ച് കഴിഞ്ഞിട്ടുള്ള പല്ലിത്തപ്പ് എവിടെയും കണ്ടുള്ളൂ. എന്നാൽ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. എന്നാലും ഉറക്കം കൊണ്ട് പോവുള്ളൂ. ഒരു ദിവസം സ്കൂൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി 2 ഭാഗം മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് പോയിരുന്നു. ഇതിനു മുന്നേ ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു പോയിരുന്നത്. എനിക്ക് ഈ സ്കൂളിൽ പോകുമ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് ഋതുസിനോട് മിസ് പറഞ്ഞു നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, ഇനി എന്നും അങ്ങനെ വരാം. ബാക്കി പറയാം. അതിന് മുന്നേ നമുക്ക് ലഞ്ച് ബോക്സ് ഒന്ന് വായിക്കാം കേട്ടോ. നല്ല നെയ്ച്ചോറാണ് വെച്ചത്, നല്ല മിൽമ നെയ്യിൽ വെച്ച നെയ്ച്ചോറാണ്. പിന്നെ ഋതുസിന് ചിക്കൻ പൊരിച്ചതൊന്നും വേണ്ട, കുറച്ച് സോയാബീൻ പൊരിച്ചത് കിട്ടിയാൽ തന്നെ ആൾ ഹാപ്പിയാണ്. അങ്ങനെ നമുക്ക് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമുക്ക് സ്നാക്സ് അങ്ങോട്ട് പാക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മൈസൂർ പഴമാണ്. ഇന്നലെ അങ്ങോട്ട് വീട്ടിട്ടുള്ളൂ. പാതി പിള്ളേരെന്നെ തിന്നിർത്തു. പിന്നെ പാതി നമ്മുടെ കാക്കയും കിളികളൊക്കെ ആദ്യം അങ്ങോട്ട് വയറ്റിലാക്കിയതിന് ശേഷമാണ് നമുക്ക് കൈമ കിട്ടുന്നത്. അങ്ങനെ സ്നാക്സ് ബോക്സും പാക്ക് ചെയ്ത് കഴിഞ്ഞു. മിസ് പറഞ്ഞ ശേഷം ആളിങ്ങനത്തിനാണ് സ്ഥിരം പോവല്ലേ. ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ ഷോർട്സ് കാണും. ഞാനും കാണും, മൃദുവും കാണും. ബാക്കിൽ നിന്ന് ഒരാൾ ഒളിച്ച് കിടന്ന് കണ്ടോ. ഇനി നമുക്ക് കിറ്റിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. കിറ്റെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഒരു കൊല്ലം അവിടെ കഴിച്ച് കാത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം എൽറ്റും എല്ലാം ഇടുമ്പോൾ എനിക്ക് നല്ല ചക്കര ഉമ്മയൊക്കെ തന്ന് എന്നോട് നല്ല ക്രൂരമായിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ആളിതാക്കി ഫ്രാങ്കീസൊക്കെ തന്ന് നല്ല സുഖത്തിൽ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. സോ ടാറ്റ ബൈ ബൈ.